ഫാൻ എന്നിട്ടാ. എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ലാബ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നീ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 10ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. നേരത്തെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നോട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ചാനൽ കണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഓപ്ഷൻ ബി രാസവളങ്ങളുടെ ഉപയോഗം, ഓപ്ഷൻ സി യന്ത്രവൽക്കരണം, ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. നമുക്ക് ആദ്യം ഹരിത വിപ്ലവം എന്താണെന്ന് നോക്കിയതിന് ശേഷം അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിലെ ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോങ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോങ് ആണ്. ബോർലോങ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കാർഷിക മേഖലയാണ്. ബോർലോങ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക രംഗം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി C സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി C സുബ്രഹ്മണ്യമാണ്. ഹരിത വിപ്ലവത്തിൽ നമുക്കറിയാം 2 ഘട്ടങ്ങളായിട്ടാണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പാണ്. അതുപോലെ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പ്, ധാന്യം ഗോതമ്പ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ, സോന, സൊണാലിക. ഏതൊക്കെയാ? കല്യാൺ, സോന, സൊണാലിക. ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമായത്. ഇതൊക്കെയാണ് എന്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? ഹരിത വിപ്ലവ കാലത്ത് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഭാഗമാണ് ഇതെങ്കിൽ കൂടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നോക്കിപ്പോണം. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ലഭിക്കുക. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ: ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയിലൂടെയുണ്ടായ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയിലൂടെയുണ്ടായ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ പ്രാപ്തമാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെൻറ്റിനെ സഹായിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെൻറ്റിനെ സഹായിച്ചു. അതുപോലെ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ, ഇപ്പം നമ്മൾ പറഞ്ഞത് അത്രയും ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളാണ്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. ധനികരായ ആളുകൾക്കാണ് ഹരിത വിപ്ലവം കൊണ്ട് കൂടുതൽ മെച്ചമുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ, അതായത് കീടനാശിനികളും രാസവളങ്ങളൊക്കെ വാങ്ങുന്നതിന് ക്യാഷ് വേണം. അത് ആരുടെ കയ്യിലുള്ളൂ? ധനികരുടെ കയ്യിലാണ് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പം കൂടുതൽ ഉപകാരമായത് ധനിക കർഷകർക്ക് തന്നെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. എല്ലായിടത്തും ഇത് വ്യാപിച്ചില്ല. ഒന്നാം ഘട്ടം എല്ലായിടത്തും വ്യാപിച്ചില്ല. അത് ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി വന്നു. അതുപോലെ പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ ഹരിത വിപ്ലവത്തിന് കഴിഞ്ഞില്ല.
പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ ഹരിത വിപ്ലവം കൊണ്ട് കഴിഞ്ഞില്ല. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിത വിപ്ലവം ഏറെ സഹായിച്ചത്. അതായത് യന്ത്രങ്ങളുടെ കടന്നുകയറ്റം ഒരുപാട് ആളുകളുടെ തൊഴിൽ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു 5-6 ആളുകൾ ചെയ്യുന്ന ഒരു ജോലി ഒരു യന്ത്രം വന്നു കഴിഞ്ഞതോടുകൂടി അതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നതിലേക്ക് ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഇതിൻ്റെ ഫലം ലഭിച്ചത് അല്ലേ. ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഗോതമ്പാന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഹരിത വിപ്ലവം കൊണ്ട് മെച്ചമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ വീറ്റ് റെവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിനെ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, വീറ്റ് റെവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് വീറ്റ് റെവല്യൂഷൻ. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്കുണ്ടായിരുന്ന കീടാക്രമണ സാധ്യത കേട്ടോ. അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അത്യുൽപാദന മേന്മയുള്ള വിളകൾക്കുണ്ടായിരുന്ന കീടാക്രമണ സാധ്യത. നല്ല ഉൽപാദന ശേഷിയുള്ള വിത്തുകളിലേക്ക് പെട്ടെന്ന് കീടങ്ങൾ ആക്രമിക്കും. ഇതൊക്കെയാണ് ഹരിത വിപ്ലവം കൊണ്ടുള്ള പോരായ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് വരുന്നത്, ഹരിത വിപ്ലവം വരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ് ഹരിത വിപ്ലവം. പക്ഷേ മിക്ക ക്വസ്റ്റ്യനിലും ഇവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഹരിത വിപ്ലവം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പുറത്ത്, ഈ ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് ഒന്നും ഇതിൽ ചോദിക്കാനില്ല. ഇത് മാത്രം നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യണ്ടേ? നോക്കാം. എന്തായിരുന്നു ചോദിച്ചത്? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, എന്തായിരുന്നു ഓപ്ഷൻ എ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൾപ്പെടുന്നതാണ്. രാസവളങ്ങളുടെ ഉപയോഗം ഉൾപ്പെടുന്നതാണ്. യന്ത്രവൽക്കരണം ഉൾപ്പെടുന്നതാണ്. കർഷകരുടെ കുടിയേറ്റം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കർഷകരുടെ കുടിയേറ്റമാണ് ഇതിൽ ഉൾപ്പെടാതെ പോയത്. എന്നാൽ ശരി, എല്ലാവർക്കും നന്ദി.